സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് അടുത്തു വരുന്ന 10th പ്രിലിമിനറി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. റിവിഷൻ ക്ലാസ് ആണ്. 200 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി പഠിച്ചവർ, കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിച്ചവർ ഒരു റിവിഷൻ പോലെ തന്നെ ചെയ്ത് നോക്കുക. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2024 ഒളിമ്പിക്സിന് വേദിയായ നഗരം. 2024 ഒളിമ്പിക്സിന് വേദിയായത് പാരീസാണ്. പാരീസ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നാണ്. പ്രഗ്യാൻ. നിലവിലെ ISRO ചെയർമാൻ എസ് സോമനാഥ് ആണ്. നിലവിലെ ISRO ചെയർമാൻ എസ് സോമനാഥ്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം എന്നത്. പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹമാണ് IRS-1A എന്നത്. ഉപഗ്രഹത്തിന്റെ പേര് IRS-1A. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 107 ആണ്. 107. നീതി ആയോഗ് CEO. നീതി ആയോഗിന്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ് ഏതാണ്? ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയത് MPhil ആണ്. MPhil. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് റഷ്യയാണ്. റഷ്യ. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പ് വേദിയാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം. 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്നത് ബ്രസീലാണ്. ബ്രസീൽ. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത്? ദക്ഷിണ ധ്രുവത്തിലാണ് ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തത്. മിന്നുമണി ഏത് കായിക മത്സരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മിന്നുമണി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ AI തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയുടെ AI തലസ്ഥാനം ഹൈദരാബാദാണ്. ഹൈദരാബാദ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. പദ്ധതിയുടെ പേര് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി വനിത ആരാണ്? മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളിയാണ് ആശാ മേനോൻ. ആശാ മേനോൻ. 2023 അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? 2023 അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. ടൈം മാഗസിന്റെ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച 100 സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം ഏതാണ്? പാഥേർ പാഞ്ചാലിയാണ്. പാഥേർ പാഞ്ചാലി. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളാണ് 202. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിന്റെ അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച
ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാനായിട്ട് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് എന്നത്. ഓപ്പറേഷൻ അമൃത്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. അമൃത്. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ. കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ജിതേഷ് ജിയാണ്. ജിതേഷ് ജി. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം. ലോക ആരോഗ്യ ദിനം 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരമാണ് മിന്നുമണി. കേരളത്തിൽ ആദ്യമായിട്ട് സ്ട്രാങ് ലൈസൻസ് നേടിയ വനിത ആരാണ്? കേരളത്തിൽ ആദ്യമായിട്ട് സ്ട്രാങ് ലൈസൻസ് നേടിയത് എസ് സന്ധ്യയാണ്. എസ് സന്ധ്യ. റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും ഗതാഗത നിയമലംഘനം തടയുവാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണ്? സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണ് സേഫ് കേരള. പദ്ധതിയുടെ പേര് സേഫ് കേരള. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? 2023 രാജസ്ഥാനിൽ എവിടെയാണ്? രാജസ്ഥാനിൽ പുതിയതായിട്ട് സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് സോർസൻ. വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ പേര് സോർസൻ. എവിടെയാണ്? രാജസ്ഥാനിൽ 2023 സ്ഥാപിച്ചു. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായരാണ്. വി ഹരി നായർ. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായിട്ട് ആവിഷ്കരിച്ച വെബ് പോർട്ടൽ. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായിട്ട് ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് രംഗശ്രീ. പദ്ധതിയുടെ പേര് രംഗശ്രീ. കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രപതിയാകുന്ന എത്രാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു? രാഷ്ട്രപതിയാകുന്ന 2ാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു. ആദ്യത്തെ വനിത പ്രതിഭ പട്ടേൽ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ്. കേരളം. ആകാശത്തെ ഏറ്റവും തിളക്കമേറിയതും വലിപ്പമുള്ളതുമായ കരീന നെബുല നക്ഷത്രത്തിന്റെ ചിത്രം പകർത്തിയ ടെലസ്കോപ്പ് ഏതാണ്? ആകാശത്തെ ഏറ്റവും തിളക്കമേറിയതും വലിപ്പമുള്ളതുമായ കരീന നെബുല നക്ഷത്രത്തിന്റെ ചിത്രം പകർത്തിയ ടെലസ്കോപ്പാണ് ജെയിംസ് വെബ്. ടെലസ്കോപ്പിന്റെ പേര് ജെയിംസ് വെബ്. ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി. ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ദ്രൗപദി മുർമു. എല്ലാ വില്ലേജുകളിലും ലൈബ്രറിയുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല. എല്ലാ വില്ലേജുകളിലും ലൈബ്രറിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ജംതാര. ജാർഖണ്ഡില് ജംതാര. ജീവിതശൈലി രോഗങ്ങൾ നിർണയിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ട് ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ജീവിതശൈലി രോഗങ്ങൾ നിർണയിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ട് ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ശൈലി. ആപ്ലിക്കേഷന്റെ പേര് ശൈലി. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് സ്ഥാപിക്കപ്പെട്ടത്
വയനാട് ജില്ലയിലെ പൂക്കോടാണ്. വയനാട് ജി2023 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം. 2023 G20 ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യയാണ്. ആരുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം എന്നത്? ജീവിതം ഒരു പെൻഡുലം എന്നത് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ്. ശ്രീകുമാരൻ തമ്പി. പത്മഭൂഷണ് അർഹനായ ആദ്യത്തെ പാരാ അത്ലറ്റ്. പത്മഭൂഷൺ അർഹനായ ആദ്യത്തെ പാരാ അത്ലറ്റാണ് ദേവേന്ദ്ര ജജാരിയ. ദേവേന്ദ്ര ജജാരിയ. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ആദിത്യ L1 ആണ്. ആദിത്യ L1. ഇന്ത്യയിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്താണ് കുമ്പളങ്ങി. എല്ലാവർക്കും മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിന്റെ പേരാണ് ജൂസ്. ജൂസ് എന്നത് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് വ്യാഴം. പ്രൊഫസർ MK സാനു പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ MK സാനു പുരസ്കാരം 2024 MT വാസുദേവൻ നായർക്കാണ്. MT വാസുദേവൻ നായർ. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദി. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദി കൊച്ചി. ആലപ്പുഴ ജില്ലയിലെ കുട്ടികൾ അതിദരിദ്രരായ കുടുംബങ്ങളെ സഹായിക്കുന്ന പദ്ധതിയാണ് ഒരു പിടി നന്മ. ഒരു പിടി നന്മ എന്ന പദ്ധതി എവിടെയാണ്? ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കുമ്മായവും ട്രൈക്കോഡർമയും സംയോജിപ്പിച്ച് വികസിപ്പിച്ച ഒറ്റ ഉൽപ്പന്നം ഏതാണ്? ട്രൈക്കോലൈം ആണ്. ട്രൈക്കോലൈം വികസിപ്പിച്ചത് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വെള്ളിവരയൻ ഏത് ജീവിവർഗത്തിൽപ്പെടുന്നു? മേഘമല വെള്ളിവരയൻ ചിത്രശലഭമാണ്. ആസ്ട്രാസെനക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ കോവിഷീൽഡ്. കോവിഷീൽഡ് പിൻവലിച്ചത് ആസ്ട്രാസെനക്ക. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്പീഡ് സ്റ്റേറ്റ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഇൻ ഡിസബിലിറ്റീസ് പദ്ധതി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭിന്നശേഷി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്പീഡ് പദ്ധതി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഭിന്നശേഷി വിഭാഗം. 60% കൂടുതൽ ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. പദ്ധതിയുടെ പേര് മാതൃജ്യോതി. 2025 HIV അണുബാധ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ. 2025 HIV അണുബാധ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് ഒന്നായി പൂജ്യത്തിലേക്ക് എന്നത്. ഒന്നായി പൂജ്യത്തിലേക്ക്. രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോയുടെ പുതുക്കിയ പേര്. രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോയുടെ പുതുക്കിയ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. നമോ ഭാരത് റാപ്പിഡ് റെയിൽ. പഠനത്തിൽ മിടുക്കരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. പഠനത്തിൽ മിടുക്കരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിജയാമൃതം. പദ്ധതിയുടെ പേര് വിജയാമൃതം. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങളാണ് കൽപ്പ, സുവർണ, കൽപ്പശതാബ്ദി എന്നിവ. കൽപ്പ, സുവർണ, കൽപ്പശതാബ്ദി എന്നിവ തെങ്ങിനങ്ങളാണ് വികസിപ്പിച്ചത് കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രം. 2024 പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം. 2024 പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ഹർവിന്ദർ സിംഗ്. ഹർവിന്ദർ സിംഗ്. 2024 പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം പ്രവീൺ കുമാറാണ്. പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് പ്രവീൺ കുമാർ.
AI സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. AI സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് ജൻ. പദ്ധതിയുടെ പേര് ഭാരത് ജൻ. സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം രചിച്ചത് KT ജലീലാണ്. KT ജലീൽ. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം നിലവിൽ 11 ഭാഷകളാണ്. 11. 2025 കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. 2025 കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത്? ചിഹ്നഗ്രഹം 2005 EX-296 ജയന്ത് മൂർത്തി. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. 2024 G7 ഉച്ചകോടിയുടെ വേദി. G7 ഉച്ചകോടി 2024 ഇറ്റലി. വനിതാ ഏഷ്യ കപ്പ് 2024 വേദി ശ്രീലങ്കയാണ്. വനിതാ ഏഷ്യ കപ്പ് 2024 വേദിയായത് ശ്രീലങ്ക. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ലയാണ് കണ്ണൂർ ജില്ല. സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത്. സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നന്ദിയോടാണ്. തിരുവനന്തപുരം ജില്ലയില് നന്ദിയോട്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ലയാണ് വയനാട്. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക ഐറിസ്. ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സണായിട്ട് നിയമിതനായത്. ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സൺ AM ഖാൽവിൽക്കർ ആണ്. AM ഖാൽവിൽക്കർ. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ഗുരുവിന്റെ വഴിയിൽ എന്ന നോവലിന്റെ പേര് ഗുരുവിന്റെ വഴിയിൽ രചിച്ചത് ഡോക്ടർ ഓമന ഗംഗാധരനാണ്. 2024 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. ഉപഗ്രഹത്തിന്റെ പേര് ഐൻസ്റ്റീൻ പ്രോബ്. വിക്ഷേപിച്ചത് ചൈന. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് നാരി ശക്തി വന്ദൻ അധിനിയമാണ്. സംവരണം ചെയ്തിരിക്കുന്നത് 1/3 സീറ്റുകളാണ്. ഭേദഗതി 106 ഭേദഗതി. പേര് നാരി ശക്തി വന്ദൻ അധിനിയം. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിലാണ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? രാഷ്ട്രപതി ഒപ്പുവെച്ച ഡേറ്റ് 2023 സെപ്റ്റംബർ 28 ആണ്. 2023 സെപ്റ്റംബർ 28. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല സെൻട്രൽ
ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISFനാണ്. KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? J. ദേവികയാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. J. ദേവിക. പുസ്തകത്തിൻ്റെ പേര് ഘാതകൻ, ഇംഗ്ലീഷിൽ അസാസിൻ. ലോക പുസ്തക ദിനം 2024 പ്രമേയം. 2024 ലോക പുസ്തക ദിനം ഏപ്രിൽ 23 അതിൻ്റെ പ്രമേയം റീഡ് യുവർ വേ എന്നതാണ്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിലാണ്. 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം. 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയത് അമിതാവ് ഘോഷ്. ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം? M. ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം. 2024 ലോക ജലദിന പ്രമേയം. 2024 ലോക ജലദിന പ്രമേയം ജലം സമാധാനത്തിന് എന്നതാണ്. മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഹരിഹർ. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്. പത്മപ്രഭ പുരസ്കാരം 2024 റഫീഖ് അഹമ്മദ്. ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ ബഹിരാകാശ വാഹനത്തിൻ്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മിഷൻ വാത്സല്യ എന്നാണ്. മിഷൻ വാത്സല്യ. സംസ്ഥാന രൂപവൽക്കരണത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കായി അമരജ്യോതി എന്ന സ്മാരകം നിർമ്മിച്ച സംസ്ഥാനമേത്? സ്മാരകത്തിൻ്റെ പേര് അമരജ്യോതി. നിർമ്മിച്ചത് തെലങ്കാന. 2024 പാരീസ് ഒളിമ്പിക്സിലെ പുതിയ മത്സര ഇനം ബ്രേക്ക് ഡാൻസ്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക് എന്നത്. പദ്ധതിയുടെ പേര് കെടാവിളക്ക്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായിട്ട് ആരംഭിച്ചത് കെടാവിളക്ക്. സംസ്ഥാനത്ത് കാഴ്ച പരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നടപ്പാക്കുന്ന ബ്രെയിൻ ലിപി സാക്ഷരതാ പരിപാടിയാണ് ദീപ്തി. പരിപാടിയുടെ പേര് ദീപ്തി. ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിതയാണ് വൃന്ദാരതി. 2023 ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകൻ E. ഭാസ്കരനാണ്. 2023 ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകനാണ് E. ഭാസ്കരൻ. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയാണ് ശ്വേത കെ സുഗതൻ. നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആതിര പ്രീതാറാണിയാണ് നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വനിത. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ് കോട്ടയം. സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റാണ് കോട്ടയം. ഇന്ത്യയുടെ സഹായത്തോടെ മംഗളദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം ഭൂട്ടാൻ. ജലവൈദ്യുത പദ്ധതിയുടെ പേര് മംഗളദച്ചു. സ്ഥാപിതമായത് ഭൂട്ടാനിലാണ്. സഹായിച്ചത് ഇന്ത്യ. ആദിത്യ L1 വിക്ഷേപണ തീയതി. ആദിത്യ L1 2023 സെപ്റ്റംബർ 2.
ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി. ചന്ദ്രയാൻ 3 2023 ജൂലൈ 14. 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ തീയതി 2023 ഓഗസ്റ്റ് 23 2023 ഓഗസ്റ്റ് 23. നീതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. സുമൻ ബെറി. കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ്? കുവൈറ്റ് ദിനാറാണ് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി. കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർക്കായിട്ട് ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിന് അർഹനായത് ജെബി മേത്തറാണ്. ഉമ്മൻചാണ്ടി പുരസ്കാരത്തിന് അർഹയായത് ജെബി മേത്തർ. കാലാവസ്ഥ പ്രവചനം പഞ്ചായത്ത് തലത്തിൽ നടത്തുന്നതിനായി 2024 ജനുവരിയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വികസിപ്പിച്ച സംവിധാനമാണ് പഞ്ചായത്ത് മോസം സേവ എന്നത്. പഞ്ചായത്ത് മോസം സേവ. 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡിന് അർഹനായത് ആനന്ദ് ദർശൻ ശങ്കർ. MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡിന് അർഹനായത് ആനന്ദ് ദർശൻ ശങ്കർ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിനത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ സഖ്യം മനു ഭാക്കറും സരബ്ജോത് സിംഗുമാണ്. മനു ഭാക്കർ, സരബ്ജോത് സിംഗ്. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭമാണ് കാർത്തുമ്പി കുടനിർമ്മാണം. യുണിസെഫിൻ്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതി ലിറ്റിൽ കൈറ്റ്സ്. യുണിസെഫിൻ്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് സൊരാവാറാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക്. 2024 പാരീസ് ഒളിമ്പിക്സ് ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ. ലോക ജൈവ ഇന്ധന ദിനം. ലോക ജൈവ ഇന്ധന ദിനം ഓഗസ്റ്റ് 10. ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ വ്യവസ്ഥ പ്രകാരം വോട്ടേഴ്സ് ലിസ്റ്റിൽ അഡ്വാൻസ് എൻറോൾമെന്റ് ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? 17 വയസ്സാണ്. 17 വയസ്സ്. ലോകത്താദ്യമായിട്ട് മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് MTB വാക്. മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ് ആണ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പമേല അന്ന മാത്യു ആണ്. പമേല അന്ന മാത്യു. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികളുടെ പുതുക്കിയ വേതനം 346 രൂപ. 346 രൂപ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ ചിത്രമാണ് ഇതുവരെ. ചിത്രത്തിന്റെ പേര് ഇതുവരെ. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളിയാണ് ഡോക്ടർ എസ് ഫൈസി. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം അഥവാ വനിതാ സംവരണ ബിൽ 2023. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാറാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ, 2-ാം സ്ഥാനം ചൈന. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺവെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ്
LMV3 ആണ്. LMV3. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ മനയാണ്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ മന. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് TVD-1 എന്നാണ്. TVD-1. പ്രശസ്ത സാഹിത്യകാരി സാറ തോമസിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി? നാർമടി പുടവ. കൃതിയുടെ പേര് നാർമടി പുടവ. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ 25-നാണ്. 2023 ഏപ്രിൽ 25. 95ാമത് ഓസ്കർ പുരസ്കാരദാന ചടങ്ങിൽ അവതാരകയായ ബോളിവുഡ് നടി ദീപിക പദുക്കോണാണ്. ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമാണ് കുമരകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോയാണ്. പാഴ്സി ലേഡി എന്ന ചിത്രം ആരുടേതാണ്? പാഴ്സി ലേഡി രാജാ രവിവർമ്മയുടേതാണ്. രാജാ രവിവർമ്മ. മുൻ മന്ത്രി KK ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്നത്. മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. രാജ്യത്ത് ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടിയാണ്. വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ് കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത്. ഗോൾഡൻ ഗ്ലോബ് റൈസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാറാണ്. സുധീർ കുമാർ. കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് താഴെത്തുടുക്കിയാണ്. സൈലന്റ് വാലിയിലെ താഴെത്തുടുക്കി. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ഡിജി കേരളം. പദ്ധതിയുടെ പേര് ഡിജി കേരളം. സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കനാൽ ജലവൈദ്യുത പദ്ധതി കമ്പാലത്തറ. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ്. ഇന്ത്യ. ലോക കരൾ ദിനം 2024 പ്രമേയം കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ എന്നാണ്. ലോക കരൾ ദിനം ഏപ്രിൽ 19. രാജ്യാന്തര മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രസിദ്ധീകരണമായ ഏഷ്യൻ ടെലികോമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് കെ-ഫോണിനാണ്. കെ-ഫോൺ. 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽ നക്ഷത്രം പോൺസ് ബ്രൂക്സ് ആണ്. പോൺസ് ബ്രൂക്സ്. 2024 ലോക ഭൗമ ദിനം പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണ്. ലോക ഭൗമ ദിനം എന്നാണ് ഏപ്രിൽ 22. 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം സ്ട്രാസ്ബർഗ്, ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാവ് ഘോഷാണ്. അമിതാവ് ഘോഷ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ പ്രീതി സുദനാണ്. പ്രീതി സുദൻ.
കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2023 ആഘോഷിച്ചത്? 50-ാം വാർഷികമാണ്. 50-ാം വാർഷികം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് VT സതീശൻ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ UN തീരുമാനിച്ച ദിവസം മെയ് 25. ലോക ഫുട്ബോൾ ദിനം മെയ് 25. ദേശീയ സൈബർ സുരക്ഷാ അംബാസിഡറായിട്ട് നിയമിതനായത് ദേശീയ സൈബർ സുരക്ഷാ അംബാസിഡർ രശ്മിക മന്ദാനയാണ്. രശ്മിക മന്ദാന. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയിലെ കസാനിൽ. റിഗോലിത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ചന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 4. സംഗീതത്തിനുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുള്ള K. രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് M. ജയചന്ദ്രനാണ്. M. ജയചന്ദ്രൻ. 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി മെക്സിക്കോ, US, കാനഡ. മെക്സിക്കോ, US, കാനഡ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് നവോത്ഥാൻ പദ്ധതി. പദ്ധതിയുടെ പേര് നവോത്ഥാൻ. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ശേഷം ജാതി സെൻസസ് ആരംഭിച്ച 3ാമത്തെ സംസ്ഥാനമാണ് തെലങ്കാന. 2024 ഇറാനി ട്രോഫി കിരീടം നേടിയത് 2024 ഇറാനി ട്രോഫി കിരീടം നേടിയത് മുംബൈ. ഈ പോസ്റ്റ് വഴി കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ പദ്ധതിയിട്ട ആദ്യ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ലോക വയോജന ദിനം ഒക്ടോബർ 1. ലോക വയോജന ദിനം ഒക്ടോബർ 1. കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് SK വസന്തനാണ്. SK വസന്തൻ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം. 2025 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ല. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ബീഹാർ. 2024 ആഗോള നേച്ചർ കൺസർവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176. 2024 JCB സാഹിത്യ പുരസ്കാരം നേടിയത് ഉപമന്യു ചാറ്റർജിയാണ്. ഉപമന്യു ചാറ്റർജി. ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഇടവയാണ്. ഇടവ. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമെയുള്ളതും ചൂടേറിയതുമായ പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ് 3. ദൗത്യത്തിന്റെ പേര് പ്രോബ് 3. പ്രസാർ ഭാരതിയുടെ OTT ആപ്പ് വേവ്സ്. പ്രസാർ ഭാരതിയുടെ OTT ആപ്പാണ് വേവ്സ്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ച ഇന്ത്യയുടെ GSAT-N2 അല്ലെങ്കിൽ GSAT-20 ഏതു തരം ഉപഗ്രഹമാണ്? കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം നേടിയത് തൃശ്ശൂരാണ്. തൃശ്ശൂർ. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്കായിട്ട് തിരഞ്ഞെടുത്തത് മാനിഫെസ്റ്റ്.
2024 നവംബറിൽ പരിസ്ഥിതി സൗഹാർദ്ദ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക്. 2024 കേസരി നായനാർ പുരസ്കാരം നേടിയത് നിലമ്പൂർ ആയിഷ. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദി ഗോവ. നഗര ഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കുന്ന അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഏത് ഇന്ത്യൻ ഗുസ്തി താരത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിറ്റ്നസ് എന്നത്? വിറ്റ്നസ് സാക്ഷി മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പാണ്. ഫെയിം പദ്ധതിക്ക് പകരമായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് PM E-ഡ്രൈവ് എന്നത്. PM E-ഡ്രൈവ്. ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശശി തരൂർ ആണ്. ശശി തരൂർ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ ആദ്യ വനിതാ പൈലറ്റ് മോഹന സിംഗ്. യാർഡ്സ് ആണവ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തിയ രാജ്യം റഷ്യ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, 2024 ഫെമിന മിസ് ഇന്ത്യ വിജയ് നികിത പോൾവാർ ആണ്. നികിത പോൾവാർ. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.